السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ റബ്ബിനെക്കുറിച്ചുള്ള അടങ്ങാത്ത പ്രതീക്ഷയിലും അവനെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ ഭയത്താലുമാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു മുഅ്മിനിന്, ഒരു പക്ഷിക്ക് പറക്കാൻ രണ്ട് ചിറകുകൾ എങ്ങനെയാണോ എന്നതുപോലെ ഖൗഫും റജാവും, റബ്ബിനെക്കുറിച്ചുള്ള പ്രതീക്ഷയും അവനെക്കുറിച്ചുള്ള ഭയപ്പാടും ഉണ്ടായിരിക്കും. അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയും അവനെക്കുറിച്ചുള്ള ഭയവും റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവുമാണ് നമ്മുടെ ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇബാദത്തുകൾ. മുഹർരികാത്തുൽ ഖുലൂബ് ഇലാ അല്ലാമിൽ ഗുയൂബ് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് ഈ 3 കാര്യങ്ങൾ. ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് ചലിപ്പിക്കുന്ന, റബ്ബിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയത്നങ്ങളിലേക്ക് നയിക്കുന്ന ഹൃദയത്തിൻ്റെ 3 പ്രവർത്തനങ്ങളാണിവ. നോക്കൂ നിങ്ങൾ, അതിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഖൗഫും റജാവും, റബ്ബിനെക്കുറിച്ചുള്ള ഭയവും അവനെക്കുറിച്ചുള്ള പ്രതീക്ഷയും. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ എന്നെ ഭയപ്പെടുക, അവരെ നിങ്ങൾ ഭയപ്പെടരുത്. അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടാനും അവനിൽ പ്രതീക്ഷ അർപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന എത്ര ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിലൂടെ കണ്ണോടിച്ചാൽ, അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്താൽ ഈ 2 കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് പകർന്നു നൽകുന്ന ഒട്ടനവധി പാഠങ്ങൾ നിങ്ങൾക്ക് കാണാം. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പാടുണ്ടാക്കുന്നു. തൊട്ടുടനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അവനെക്കുറിച്ചുള്ള പ്രതീക്ഷ നൽകുന്നു. ഇങ്ങനെയുള്ള എത്ര ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാം. ഇന്ന റബ്ബക ലസരീഉൽ ഇഖാബി വഇന്നഹു ലഗഫൂറുർ റഹീം. ഇന്ന റബ്ബക ലസരീഉൽ ഇഖാബ്. നിന്റെ റബ്ബ് അവൻ അതിവേഗം ശിക്ഷിക്കുന്നവനാണ്. വഇന്നഹു ലഗഫൂറുർ റഹീം. അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചൊരിയുന്നവനുമാണ്. അത് ഓരോ ദിവസവും നാം നിരവധി തവണ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ. സൂറത്തുൽ ഫാത്തിഹയിൽ റബ്ബ് പറയുന്നു റഹ്മാൻ റഹീം. അള്ളാഹു റഹ്മാനും റഹീമുമാണ്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അവൻ അങ്ങേയറ്റം കരുണയുള്ളവനാണ്. അവൻ അവൻ്റെ അടിമകൾക്ക് കരുണ ചൊരിയുന്നവനാണ്. തൊട്ടുടനെ മാലിക് യൗമിദ്ദീൻ, അവൻ പ്രതിഫലം നാളിൻ്റെ, അവൻ വിചാരണയുടെ ദിനത്തിൻ്റെ മാലിക്കാണ്, അതിൻ്റെ ഉടമസ്ഥനാണ്. ഒരായത്തിലൂടെ പ്രതീക്ഷയുടെ റജാഇൻ്റെ പാഠമാണ് എങ്കിൽ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടിൻ്റെ പാഠമാണ്. സഹോദരങ്ങളെ, ഇത് രണ്ടും
ഒരുപോലെ ഒരു മുഅ്മിനിന് ഉണ്ടായിരിക്കണം. അള്ളാഹുവിനെ നാം ഭയപ്പെടണം. എന്തുകൊണ്ടാണ്? അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ചില തിന്മകളോട്, അതിൻ്റെ ആളുകളോട് കോപിക്കുന്നവനാണ്. അവൻ കോപിച്ചാൽ അവൻ്റെ ഗളബിനു മുന്നിൽ, അവൻ്റെ സഖത്തിനു മുന്നിൽ, അവൻ്റെ കോപത്തിനു മുന്നിൽ, അവൻ്റെ വെറുപ്പിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരിടവും നമുക്കില്ല. ഒരാകാശവും നമുക്ക് തണൽ വിരിക്കുകയില്ല. ഒരു ഭൂമിയും നമ്മുടെ ഭാരം താങ്ങുകയില്ല. എവിടെയും പോയൊളിക്കാൻ ഒരിടവുമില്ല. റബ്ബേ, ഒരു അഭയകേന്ദ്രവുമില്ല. രക്ഷപ്പെട്ടു പോകാൻ ഒരു സ്ഥലവുമില്ല. നിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഇടവുമില്ല. ഇല്ല ഇലൈക്, നിന്നിലേക്കല്ലാതെ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ ഭയപ്പെടണം. അവൻ ഇസ്സത്തുള്ളവനാണ്, അവൻ അങ്ങേയറ്റത്തെ പ്രതാപമുള്ളവനാണ്. അവൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് അവൻ ഭയപ്പെടേണ്ടവനാണ്. ചില ആളുകൾ പറയുന്നത് പോലെ, എന്തിനാണ് റബ്ബിനെ ഭയപ്പെടുന്നത്? അള്ളാഹുവിനെ സ്നേഹിച്ചാൽ മാത്രം മതി, അവനിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ മാത്രം മതി. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും അത് ശരിയല്ല. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുണ്ട്. അവനെ ഭയപ്പെടണം. അവനെ ഭയപ്പെടാൻ പറഞ്ഞിരിക്കുന്നു. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്. അള്ളാഹു നിങ്ങളെ താക്കീത് ചെയ്യുന്നു, അവൻ ഭയപ്പെടുത്തുന്നു. നഫ്സഹ്, അവനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് അവൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നു. ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹ് യാ ഇബാദി ഫത്തഖൂൻ. അതാ അള്ളാഹു അവൻ്റെ ആയത്തുകൾ മുഖേന, ഗ്രഹണം പോലെ ഉള്ള അള്ളാഹുവിൻ്റെ ആയത്തുകളുണ്ട്. അടിമകൾക്ക് ഭയപ്പാടുണ്ടാകുന്ന റബ്ബിൻ്റെ ആയത്തുകൾ. ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹ്. അള്ളാഹു അത് മുഖേന അവൻ്റെ പടപ്പുകളെ, അടിമകളെ ഭയപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? അവർ ഭയപ്പെടാൻ വേണ്ടി. ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹ് യാ ഇബാദി ഫത്തഖൂൻ. അതുകൊണ്ട് എൻ്റെ അടിമകളെ, എന്നെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് റബ്ബിനെക്കുറിച്ച് നീ എത്രമാത്രം അറിയുന്നുവോ, അള്ളാഹുവിനെക്കുറിച്ച് നിനക്ക് എത്രമാത്രം അറിവുണ്ടാകുന്നുവോ, അത്രയും നിനക്ക് റബ്ബിനെ ഭയമുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ, ഇന്നമാ അഅലമുകും ബില്ലാഹി വഅഖ്ശാകും ലഹു അന. നിങ്ങളിൽ അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും അറിവുള്ളവനും അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവനും ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ, റബ്ബിനെക്കുറിച്ചുള്ള അറിവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് പറഞ്ഞത്. നീ എത്രമാത്രം റബ്ബിനെ അറിയുന്നുവോ അത്രമാത്രം നിനക്ക് റബ്ബിനോട് ഭയമുണ്ടായിരിക്കും. അതുപോലെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുകൾ, അവൻ്റെ താക്കീതുകൾ, ആ ആയത്തുകൾ, അത് നീ എത്രമാത്രം മനസ്സിലാക്കുന്നുവോ അത്രമാത്രം റബ്ബിനെക്കുറിച്ച് നിനക്ക് ഭയമുണ്ടായിരിക്കും. ആ ആയത്തുകൾ നിൻ്റെ മനസ്സിൽ നീ എത്രമാത്രം വിശ്വസിച്ചിട്ടുണ്ടോ, എത്രമാത്രം അതിനെ നീ സത്യപ്പെടുത്തിയോ, അതിനനുസരിച്ചായിരിക്കും റബ്ബിനോടുള്ള നിൻ്റെ ഭയം. ആ തസ്ദീഖ്, ആ വിശ്വാസം, ആ സത്യപ്പെടുത്തൽ, അതിൻ്റെ മാറ്റു കുറയുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള, റബ്ബിനോടുള്ള നിൻ്റെ ഭയത്തിൻ്റെ മാറ്റും കുറഞ്ഞുകൊണ്ടിരിക്കും. യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹ്. അള്ളാഹു മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞില്ലേ, യഹ്ദറുൽ ആഖിറ, അവർ പരലോകത്തെ ഭയപ്പെടുന്നു. വയർജു റഹ്മത റബ്ബിഹ്, റബ്ബിൻ്റെ കാരുണ്യം അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നോക്കൂ സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിനെ അറിയുക. രണ്ടാമത് അള്ളാഹുവിൻ്റെ താക്കീതുകൾ, അവൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ആയത്തുകൾ, അതേക്കുറിച്ച് എത്രമാത്രം ശക്തമായ വിശ്വാസമുണ്ടോ അത്രമാത്രം റബ്ബിനെ ഭയമുണ്ടാകും. നേരെ തിരിച്ചാണെങ്കിൽ നേരെ തിരിച്ച്, അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്തവന് അള്ളാഹുവിനെ ഭയമുണ്ടാവുകയില്ല. അറിവിൻ്റെ കുറവനുസരിച്ച് റബ്ബിനെ കുറിച്ചുള്ള ഭയവും കുറയും. അതുപോലെ നാളെ പരലോകത്ത് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള ശിക്ഷകളെക്കുറിച്ച്, ബർസഖിനെ കുറിച്ച്, ഖബറിലെ ശിക്ഷയെക്കുറിച്ച്, നരകത്തിലെ ശിക്ഷയെക്കുറിച്ച്, ഖിയാമത്ത് നാളിലെ ഭയാനകതകളെക്കുറിച്ച് ഒരുവൻ്റെ വിശ്വാസം ദുർബലമാണോ എങ്കിൽ അവന് അതിനനുസരിച്ച് ഭയത്തിലും കുറവുണ്ടാകും. അതെത്രമാത്രം ഉറപ്പുണ്ടോ, എത്രമാത്രം ശക്തമാണോ, അത്രയും അവന് അള്ളാഹുവിനെ കുറിച്ച് ഭയമുണ്ടാകുകയും ചെയ്യും. നോക്കൂ പ്രിയമുള്ളവരെ, അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, മുഅ്മിനിനെ അള്ളാഹുവിനോടുള്ള ഭയപ്പാടിലേക്ക് നയിക്കുന്ന മറ്റൊരു കാരണം, സ്വന്തം തിന്മകളെക്കുറിച്ചുള്ള, സ്വന്തം അപാകതകളെക്കുറിച്ചുള്ള അവൻ്റെ ധാരണയാണ്, അതേക്കുറിച്ചുള്ള അവൻ്റെ അറിവാണ്.
നോക്കൂ, മുഅ്മിൻ എപ്പോഴും സ്വയം വിചാരണ നടത്തിക്കൊണ്ടിരിക്കും, മുഹാസബത്ത് നടത്തിക്കൊണ്ടിരിക്കും, അവൻ വിലയിരുത്തിക്കൊണ്ടിരിക്കും. എപ്പോഴും തന്നെക്കുറിച്ച് താൻ വലിയ കേമനാണ്. ഞാൻ അള്ളാഹുവിനോട് അടുത്ത ആളാണ്, റബ്ബിൻ്റെ ഒരു വലിയാണ്, എനിക്കൊക്കെ അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചില്ല എങ്കിൽ പിന്നെ ആർക്കാണ് ലഭിക്കുക? എന്നെ അള്ളാഹു രക്ഷിച്ചില്ല എങ്കിൽ പിന്നെ ആരെ രക്ഷിക്കും? ഈ രൂപത്തിലുള്ള ചിന്തയാണോ ഉള്ളത്? അത് നാശത്തിൻ്റെ അടയാളമാണ്. നമ്മുടെ മുൻഗാമികൾ ഏറ്റവും നല്ലവരായിരുന്നവർ നന്മകളോടൊപ്പം അവർ ഭയപ്പെടുന്നവരായിരുന്നു. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ, അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും, അതോടൊപ്പം അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിക്കൊണ്ടിരിക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അവരുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്നോർത്തുകൊണ്ട്. പ്രിയമുള്ളവരെ, നോക്കൂ, നമ്മുടെ തിന്മകളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഭയക്കണം, അവനവൻ്റെ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്നജാഹ്, എന്താണ് രക്ഷയുടെ മാർഗം എന്ന് ചോദിച്ച സഹാബിക്ക് കൊടുത്ത വസിയത്തിലുള്ളതുപോലെ, ഇംലിക അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ നിന്റെ നിയന്ത്രണത്തിലാക്കുക. വലിയസഅക ബൈതുക്, നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കുക. അതാ കുഴപ്പങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നുമെല്ലാം മാറി നിൽക്കാൻ മാത്രം നിന്റെ വീട് നിനക്ക് വിശാലവും സമാധാനമുള്ളതുമായിരിക്കുക. വബ്കി അലാ ഖതീഅതിക്, നിന്റെ തിന്മകളെ ഓർത്ത് നീ കരഞ്ഞുകൊള്ളുക, തിന്മകളെ ഓർത്ത് കരഞ്ഞുകൊള്ളുക. തിന്മകൾ എണ്ണുക സഹോദരങ്ങളെ, അവനവൻ്റെ തിന്മകളെ എണ്ണുക, എങ്കിൽ റബ്ബിനെ കുറിച്ചുള്ള ഭയമുണ്ടാകും. അള്ളാഹുവിനോടുള്ള ഹക്കിൽ, അവനോടുള്ള ബാധ്യതകളിൽ ഞാൻ എത്രയോ പിന്നിലാണ്, അവനോട് ഉള്ള ബാധ്യതകളിൽ ഞാൻ എത്രയോ പിറകിലാണ്, ഞാൻ അവനോടുള്ള ബാധ്യതകൾ നിറവേറ്റിയിട്ടില്ല. അവൻ്റെ ഒരു അനുഗ്രഹം അതിനുപോലും പകരമായി എൻ്റെ മുഴുവൻ അമലുകൾ, മുഴുവൻ പ്രവർത്തനങ്ങൾ വച്ചാലും പകരമാവുകയില്ല. ഇങ്ങനെ ചിന്തിച്ചാൽ, സ്വന്തം ന്യൂനതകളെക്കുറിച്ച് ആലോചിച്ചാൽ ഒരുവന് റബ്ബിന് ഭയമുണ്ടാകും. മുഅ്മിൻ ഭയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൻ്റെ അമലുകൾ, പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന ഭയമാണ്. അതൊരു മുഅ്മിനുണ്ടായിരിക്കണം. എന്തുകൊണ്ടാണത്? അല്ലാഹു റബ്ബുൽ ആലമീൻ നന്മകളോട് എതിരായ നടപടി സ്വീകരിക്കും എന്നതുകൊണ്ടല്ല, ഒരിക്കലുമല്ല. അല്ലാഹു ഷക്കൂറാണ്, അവൻ ശുക്രോടെ അമൽ സ്വീകരിക്കുന്നവനാണ്. ഫഉലൈക കാന സഅയുഹും മഷ്കൂറ വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. ആരാണോ പരലോകം പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകത്തേക്ക് വേണ്ടിയുള്ള പ്രവർത്തനം പ്രവർത്തിക്കുന്നത്, ഈമാനോടെ പ്രവർത്തിക്കുന്നത്, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവരുടെ പ്രവർത്തനങ്ങൾ ശുക്രോടെ സ്വീകരിക്കപ്പെടും. ചെറിയ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനു വേണ്ടി അധ്വാനിച്ചവരുടെ അധ്വാനം പാഴാക്കി കളയുകയില്ല. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ അധ്വാനിച്ചവരുടെ വഴി നാം നന്നാക്കി കൊടുക്കും, അവരെ നാം നമ്മിലേക്കുള്ള വഴിയിലേക്ക് നയിക്കും. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ, അവനോട് നന്ദി കാണിച്ചാൽ നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹു എന്തു ചെയ്യാനാണ് എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അമലുകളോട് അതിനെ തള്ളിക്കളയുന്ന നിലപാട് അള്ളാഹു റബ്ബുൽ ആലമീൻ അമലുകളെ തള്ളിക്കളയും എന്നതുകൊണ്ടല്ല, അള്ളാഹു അനീതി കാണിക്കുമെന്നതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ ന്യൂനതകൾ കാരണത്താൽ, നമ്മുടെ തിന്മകൾ കാരണത്താൽ, നമ്മുടെ ഇഖ്ലാസിലെ കുറവ്, നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബാധിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബാധിച്ചിട്ടുള്ള അശ്രദ്ധ, അതിൽ വന്നിട്ടുള്ള നീയത്തിലെ കലർപ്പുകൾ, ഇതെല്ലാം കാരണത്താൽ സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന ഭയം ഒരു മുഅ്മിനിന് ഉണ്ടായിരിക്കണം. അതൊരു മുഅ്മിൻ ഭയപ്പെടും. അതുപോലെ ശ്രദ്ധിക്കാതെ നിസാരമെന്ന് വിചാരിച്ച് തിന്മകളിൽ ഞാൻ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന ഭയം ഒരു മുഅ്മിനിനുണ്ടായിരിക്കും. നിസാരമെന്ന് നാം വിചാരിക്കുന്ന പല തിന്മകളും വളരെ വലുതായിരിക്കും. സഹാബത്ത് പറഞ്ഞതുപോലെ, ഇതാ നിങ്ങൾ ഇന്ന് പിൽക്കാലക്കാരോട് അവർ പറഞ്ഞതുപോലെ, നിങ്ങൾ ഇന്ന് ചില തിന്മകളെ കാണുന്നു, അതിനെ നിങ്ങളൊരു മുടിനാരിനേക്കാൾ നിസാരമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഞങ്ങൾ അവയെ വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയിരുന്നത്. സഹോദരങ്ങളെ, മനസ്സിലാക്കുക, പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. ഒരു തിന്മ നിന്റെ മനസ്സിൽ എത്രമാത്രം നിസാരമാണോ, നീ ചെയ്ത ഒരു പാപം നിന്റെ മനസ്സിൽ എത്രമാത്രം നിസാരമാണോ, അത്രമാത്രം അള്ളാഹുവിൽ അത് വലുതായിരിക്കും. ഒരു തിന്മയെ, നീ ചെയ്തു പോയ ഒരു പാപത്തെ നിന്റെ മനസ്സിൽ നീ എത്രമാത്രം വലുതായിട്ടാണോ കാണുന്നത്, അത്രമാത്രം അള്ളാഹുവിൽ അത് ചെറുതായിരിക്കും. അതിനോടുള്ള നിന്റെ നിലപാട് എന്താണോ അത് ശ്രദ്ധിക്കുക.
പാപങ്ങളെ നിസാരമായി കാണരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇയ്യാകും വമുഹഖിറാത്തി ദുനൂബ്, തിന്മകളെ നിസാരമായി കാണുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, വളരെയധികം സൂക്ഷിക്കുക. മുഅ്മിൻ ഭയപ്പെടുന്ന കാര്യങ്ങളാണ് ഇതായി പറഞ്ഞതെല്ലാം. നിങ്ങൾ ഓർക്കൂ, ഞാൻ പറഞ്ഞതെല്ലാം അള്ളാഹുവിനെ ഭയപ്പെടും. അള്ളാഹുവിനെ കുറിച്ച് അവന് ഭയമുണ്ടാകും, റബ്ബിനെ കുറിച്ച് അവന് ഭയമുണ്ടാകും. ആ ഭയം അവന് വർദ്ധിക്കാനുള്ള, അതുണ്ടാകാനുള്ള അവൻ്റെ കാരണം എന്താണ്? ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതുപോലെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന ഭയമുണ്ടാകും. തിന്മകളെ നിസാരമാക്കിപ്പോയ, ഞാൻ ശ്രദ്ധിക്കാതെ ചെയ്തു പോയ തിന്മകളെക്കുറിച്ച് പേടിയുണ്ടാകും. അതുപോലെ മുഅ്മിനുകളെ ഭയപ്പെടുത്തുന്ന, അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന, നമുക്ക് മുന്നേ ജീവിച്ചു പോയ സാലിഹീങ്ങൾ അവരേറെ ഭയപ്പെട്ട കാര്യമാണ് സൂഉൽ ഖാത്തിമ, അന്ത്യം മോശമായി പോയേക്കുമോ എന്ന ഭയം. സഹോദരങ്ങളെ, ഏറെ വിജ്ഞാനമുണ്ടായിരുന്ന, ഏറെ നന്മകൾ ഉണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയ, അവരങ്കലാപ്പിലാക്കിയ, അവരെ ഭയചകിതരാക്കിയ, അവരുടെ ഹൃദയം അതിനെ വിറകൊള്ളിച്ച ഭയമാണ് സൂഉൽ ഖാത്തിമ, അന്ത്യം മോശമാവുക, അവസാനം തലതിരിഞ്ഞു പോവുക, അവസാനം ഈമാനില്ലാതെ തിന്മകളിലായി ഒടുങ്ങിപ്പോവുക. അതേക്കുറിച്ചുള്ള ഭയം പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ ഒടുക്കം എന്താണോ അതിനനുസരിച്ചായിരിക്കും പരിഗണിക്കപ്പെടുക. ഒരാൾ കുറേ കാലം നന്മയിൽ ജീവിച്ചു, ഒടുവിൽ അവൻ തലതിരിഞ്ഞു പോവുകയാണ്, അവൻ്റെ നീയത്ത് മാറുകയാണ്, അവൻ്റെ പ്രവർത്തനങ്ങൾ തിരിഞ്ഞു പോവുകയാണ്. ഈമാനിൽ നിന്ന് കുഫറിലേക്ക്, സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക്, നന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവൻ ചാടിപ്പോയി, അവൻ്റെ ഹൃദയം മാറി മറിഞ്ഞു. അങ്ങനെ മോശമായ അവസ്ഥയിൽ മരിച്ചു പോവുക, ഇതിന് നമ്മൾ ഏറെ ഭയപ്പെടണം. സഹോദരങ്ങളെ, അതിലേക്ക് നമ്മെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് അക്രമങ്ങളും രഹസ്യമായി ചെയ്യുന്ന തിന്മകളുമാണ്. രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ, അതുപോലെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിക്രമങ്ങൾ, ഇതെല്ലാം നമ്മുടെ അന്ത്യം മോശമാക്കിയേക്കാം. നമ്മുടെ മുൻഗാമികൾ തിന്മകളെ പേടിച്ചിരുന്നത് കേവലം ആ തിന്മയെക്കുറിച്ച് ഓർത്തുകൊണ്ടല്ല, മറിച്ച് ഇതെന്നെ ഒടുവിൽ പിടിച്ചു കളയുമോ എന്നോർത്തുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. വഅഊദു ബിക അൻ യതഖബ്ബതനി ശൈത്താനു ഇൻദൽ മൗത്ത്, അള്ളാഹുവെ, മരണവേളയിൽ പിശാചെന്നെ വഴിതെറ്റിച്ച് കളയുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. സഹോദരൻ, നിനക്ക് ആരോഗ്യമുണ്ടായിരിക്കെ, നീ ശക്തനായിരിക്കെ, നീ പിശാചിൻ്റെ അടിമയായാൽ, അവൻ പറയുന്നതിൻ്റെ എല്ലാം പിന്നാലെ പോയാൽ, അവൻ്റെ വസ്വാസുകൾക്ക് പിന്നാലെ പോയാൽ, നീ എന്തു വിചാരിക്കുന്നു? നിന്റെ ശരീരവും ഹൃദയവുമെല്ലാം ദുർബലമായിരിക്കുന്ന മരണവേളയിൽ എങ്ങനെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് സാധിക്കും? ആരോഗ്യമുണ്ടായിരിക്കെ നീ അവനെ അനുസരിച്ചാൽ, ആരോഗ്യമുണ്ടായിരിക്കെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, പിശാചിൻ്റെ കെടിയിൽ നിന്ന് മാറി നിൽക്കുക, എങ്കിൽ മരണവേളയിൽ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു അല്ലാലിമീൻ വയഫഅലുല്ലാഹു മാ യശാ. അള്ളാഹു ഈമാനുള്ളവരെ അൽ ഖൗലു സാബിത്, ഉറച്ച വാക്കുകൊണ്ട് ഉറപ്പിച്ച് സ്ഥൈര്യമായി അവരെ നിലനിർത്തുന്നു, സ്ഥിരതയോടെ അവരെ നിർത്തുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും. വയുദില്ലുല്ലാഹു അല്ലാലിമീൻ, അക്രമികളെ അള്ളാഹു വഴിതെറ്റിച്ചു കളയും, അള്ളാഹു കൈവിട്ട് കളയും മരണവേളയിൽ. ആ സമയത്ത് കൈവിട്ടാൽ പിന്നെ നാശമാണ്. അന്ത്യം മോശമായി പോയാൽ ആ അവസ്ഥയിലാണ് ഒരുവൻ ഏത് രൂപത്തിൽ മരിച്ചുവോ അങ്ങനെയാണ് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക, നീയത്ത് നന്നാക്കിക്കൊള്ളുക, പ്രവർത്തനങ്ങൾ നന്നാക്കിക്കൊള്ളുക, രഹസ്യമായുള്ള തിന്മകളും അതിക്രമങ്ങളും ഉപേക്ഷിക്കുക. അത് ഒരുപക്ഷെ നമ്മെ പിടിക്കുക അവസാന സമയത്തായിരിക്കും, മരണവേളയിലായിരിക്കും. ഇതെല്ലാം സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഒരു മുഅ്മിനിൻ്റെ മനസ്സിൽ നിറക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ യഥാവിധി ഭയപ്പെടുന്ന മുഅ്മിനുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ്. സഹോദരങ്ങളെ, റബ്ബിനെക്കുറിച്ചുള്ള ഭയം അത് ഈമാനാണ്, തൗഹീദാണ്. എങ്കിൽ അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ഭയം, അതിൽ പലതും ഈ തൗഹീദിന് വിരുദ്ധമാണ്. അതാ പലരും ശിർക്കിയായ ഖൗഫ് വച്ചു പുലർത്തുന്ന ആളുകളാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഭയം ഹൃദയങ്ങളിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഖൗഫു സിർ, രഹസ്യമായ ഭയം എന്നതിന് പണ്ഡിതന്മാർ പേര് വിളിച്ചിരിക്കുന്നു.
അഥവാ എന്നോ മൺമറഞ്ഞുപോയ ഖബറുകളിൽ 6 അടി മണ്ണിൽ കിടക്കുന്ന മണ്ണോട് മണ്ണ് ചേർന്ന വലിയകളും അതുപോലുള്ള ആളുകളുമൊക്കെ എന്നെ ഉപകാരോപദ്രവങ്ങൾ എനിക്ക് വരുത്താൻ കഴിവുള്ളവരാണ് എന്ന ഭയം പലരെയും കുറിച്ച് അവൻ വിശ്വസിക്കുന്നു. മൺമറഞ്ഞുപോയവരെ കുറിച്ച് വിശ്വസിക്കുന്നു. അവരുടെ കുരുത്തക്കേട് വാങ്ങാൻ പാടില്ല. അവരെൻ്റെ ഈമാനിനെ എടുത്തു നീക്കാൻ കഴിവുള്ളവരാണ്. എന്നെ അപകടങ്ങളിൽ കൊണ്ടുചെന്നാക്കാൻ കഴിവുള്ളവരാണ്. ഞാനൊരു വീടെടുക്കുമ്പോൾ ആ വീട്ടിൽ പല കാര്യങ്ങളും പലർക്കും കടന്നു പോകാൻ തുളകൾ വെച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇന്നവരുടെ കുരുത്തക്കേട് എനിക്ക് തട്ടും, അവർ എനിക്ക് എൻ്റെ വീട്ടിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. ഈ രൂപത്തിലുള്ള ഭയം അത് ശിർക്കാകുന്ന ഭയമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഭയമാണ് ആ ഭയം. അള്ളാഹുവിനെ കുറിച്ചല്ലാതെ ആ ഭയം പാടില്ല. നോക്കൂ, ആ ഭയത്തിൻ്റെ ഉദാഹരണമാണ് ആളുകൾ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുമ്പോൾ അവർ ഭയപ്പെടുന്നത്. കള്ളസത്യം ചെയ്യാൻ, അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക പാടില്ല. അത് ശിർക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നോക്കൂ, ഷിർക്കിൻ്റെ വിശ്വാസം ഹൃദയത്തിലുള്ളവർ അവരിൽ പലരും അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് കളവ് പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ്. അതേസമയം അവൻ ഭയപ്പെടുന്ന ഏതെങ്കിലും വലിയൻ്റെ പേരിൽ, ഇന്ന ദർഗയുടെ പേരിൽ സത്യം ചെയ്യൂ എന്ന് പറഞ്ഞാൽ കളവ് പറയാൻ അവനും മടിയായിരിക്കും, പേടിയായിരിക്കും. അവൻ്റെ മുട്ടു വിറക്കും, അവൻ്റെ ചുണ്ടുകൾ വിറക്കും. എന്തുകൊണ്ടാണ്? ഈ ഖബറിൽ കിടക്കുന്ന വലിയ എനിക്ക് ഉപദ്രവം ഉണ്ടാക്കിയേക്കുമെന്നവൻ ഭയപ്പെടുന്നു. ഇത് ശിർക്കായ ഭയമാണ്. നോക്കൂ, അതുപോലെ ഭയത്തിൻ്റെ ഹറാമായ ചില ഭയങ്ങളുണ്ട്, ഹറാമായ ചില പേടികളുണ്ട്. എന്താണത്? ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഹറാമാക്കിയത് ചെയ്യുക, അള്ളാഹു നിർബന്ധമാക്കിയത് ഉപേക്ഷിക്കുക. എന്തിനു വേണ്ടി? കൂട്ടുകാരെ പേടിച്ച്, കൂടെയുള്ളവരെ പേടിച്ച്, നേതാക്കന്മാരെ പേടിച്ച് അള്ളാഹു ഹറാമാക്കിയത് ചെയ്യും, അള്ളാഹു നിർബന്ധമാക്കിയത് ഉപേക്ഷിക്കും. ആ ഭയം അത് ഹറാമായ ഭയമാണ്. അത് വർദ്ധിച്ചാൽ, അത് വല്ലാതെ കൂടിയാൽ അത് ചെറിയ ശിർക്കിലേക്ക് വരെ എത്തിച്ചേരും. നോക്കൂ നിങ്ങൾ, അങ്ങനെ ആളുകളെ ഭയപ്പെടുക പാടില്ല. അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്. പിന്നീടുള്ള ഭയം അത് അനുവദനീയമായ ഭയമാണ്. കുറ്റമില്ല, നമുക്ക് കുറ്റമോ പ്രതിഫലമോ ഇല്ലാത്ത ഭയമുണ്ട്. എന്താണത്? അത് മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭയമാണ്. ഒരു തീ കത്തുന്നുണ്ട് എങ്കിൽ, ഒരിടത്ത് തീ പിടിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ മനുഷ്യന് ഭയമുണ്ടാകും. അത് സ്വാഭാവികമായ മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ള ഭയമാണ്. ഒരു ശത്രു തന്നെ ഉപദ്രവിച്ചേക്കുമോ എന്ന് മനുഷ്യന് ഭയമുണ്ടാകും. മൂസ അലൈഹിസ്സലാം അതാ മിസ്റിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ കുറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്, പേടിച്ചുകൊണ്ട്, ശത്രുക്കൾ തന്നെ പിടിച്ചേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മൂസ അലൈഹിസ്സലാം പോയി. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറെ ശ്രേഷ്ഠനായ ഉലുൽ അസ്മിൽപ്പെട്ട റസൂലാണ് മൂസ അലൈഹിസ്സലാം. പക്ഷേ ആ ഭയം അത് മാനുഷികമായ ഭയമാണ്, അതിൽ കുറ്റമില്ല. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ ഭയം അവൻ്റെ ഹൃദയത്തെ ആകെ കീഴടക്കി കളയുന്ന രൂപത്തിലാവുകയില്ല. എന്തുകൊണ്ടാണ്? അവൻ്റെ ഈമാൻ അവന് നിർഭയത്വം നൽകും. അള്ളാഹുവിനെ കുറിച്ച് നീ എന്തുമാത്രം ഭയക്കുന്നുണ്ടോ അത്രത്തോളം പടപ്പുകളെക്കുറിച്ചുള്ള നിൻ്റെ ഭയം കുറയും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എത്രമാത്രം നിൻ്റെ മനസ്സിലുണ്ടോ അത്രമാത്രം നിനക്ക് നിർഭയത്വം ഉണ്ടാകും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എത്രമാത്രം കുറഞ്ഞുവോ അത്രമാത്രം നീ ആളുകളെ, അള്ളാഹുവിൻ്റെ പടപ്പുകളെ പേടിക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടുക സഹോദരങ്ങളെ. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഖൗഫിനോടൊപ്പം ഭയത്തോടൊപ്പം ചേർത്തി മനസ്സിലാക്കേണ്ട, നമുക്കുണ്ടായിരിക്കേണ്ട കാര്യം അത് റജാ ആണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, അവൻ്റെ കാരുണ്യത്തിൽ, അവൻ്റെ ഔദാര്യത്തിലുള്ള പ്രതീക്ഷ, അതാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ നമ്മുടെ ഹൃദയം, എന്തായിരുന്നേനെ നമ്മുടെ ജീവിതം? നോക്കൂ, റബ്ബിനെ കുറിച്ച് ആ പ്രതീക്ഷയില്ലാത്തവരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുൽ വിശ്വാസമില്ലാത്ത മതനിഷേധികളെക്കുറിച്ച്, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെക്കുറിച്ച് എന്തിനാണ് അവർ ജീവിക്കുന്നത്? എന്തർത്ഥമാണ് അവരുടെ ജീവിതത്തിനുള്ളത്? അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതെത്ര മോശമായ ജീവിതമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ അള്ളാഹുവിൽ വിശ്വാസമുള്ളവൻ്റെ ജീവിതം അത് പ്രതീക്ഷ നിറഞ്ഞു നിൽക്കുന്ന ജീവിതമാണ്. അവൻ അള്ളാഹുവിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് ആ പ്രതീക്ഷ അവനെ നല്ല വിചാരത്തിലേക്ക് നയിക്കുന്നു. റബ്ബിൻ്റെ കാരുണ്യം അവൻ പ്രതീക്ഷിക്കുന്നു, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് അവൻ പ്രതീക്ഷിക്കുന്നു. അവനെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ്റെ ഖുർആനിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുക,
റബ്ബിനെ കുറിച്ചുള്ള അറിവാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അവനോടുള്ള ഭയം വർദ്ധിപ്പിക്കും എന്നതുപോലെ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കൂ, അവൻ്റെ പേരുകളും വിശേഷണങ്ങളും മനസ്സിലാക്കൂ. അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷ അതങ്ങേയറ്റം നമുക്ക് വർദ്ധിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസമാണ്. അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ അവൻ കൈവെടിയുകയില്ല. അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു പോംവഴി ഏർപ്പെടുത്തി നൽകുന്നതാണ്. വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവർക്ക് റിസ്ക് നൽകുന്നതാണ്. അള്ളാഹു അവർക്ക് കാവലേകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിനോട് പറഞ്ഞതുപോലെ, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ് യഹ്ഫൾക്ക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ കാത്തുകൊള്ളും. അതുകൊണ്ട് ഇങ്ങനെയുള്ള റബ്ബിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള പ്രതീക്ഷ ഒരു മുഅ്മിനിനുണ്ടാകും അവൻ്റെ അറിവിനനുസരിച്ച്. അള്ളാഹു പറഞ്ഞില്ലേ, വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറാ. ഓ നബിയെ, മുഅ്മിനുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. എന്താണ് സന്തോഷവാർത്ത? ബിഅന്ന ലഹും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അവർക്കുണ്ടായിരിക്കും, ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറാ, വലിയ ഔദാര്യം അള്ളാഹു മുഅ്മിനുകൾക്ക് നൽകുന്നതാണ്. ഈ പ്രതീക്ഷ എന്നും ഒരു മുഅ്മിനിനുണ്ടാകും. എത്രത്തോളം ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം, നാളെ പരലോകത്ത് എൻ്റെ വിചാരണ എൻ്റെ സ്വന്തം പിതാവിനെ ഏൽപ്പിക്കുകയാണോ വേണ്ടത്, അതല്ല റബ്ബിനെ ഏൽപ്പിക്കുകയാണോ വേണ്ടത് എന്നെന്നോട് ചോദിക്കുകയാണ് എങ്കിൽ, അങ്ങനെ ഒരു ചോദ്യമുണ്ട് എന്ന് സങ്കല്പിക്കുകയാണ് എങ്കിൽ എൻ്റെ റബ്ബ് എൻ്റെ വിചാരണ നടത്തിയാൽ മതി എന്നേ ഞാൻ പറയുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള വാക്കാണിത്. കാരണം നിൻ്റെ മാതാപിതാക്കളെക്കാൾ നിന്നോട് കരുണയുള്ളവൻ റബ്ബാണ്. അവൻ നിനക്ക് നന്മ ഉദ്ദേശിക്കുന്നു, അവൻ നിനക്ക് കരുണ ചൊരിയാൻ ഉദ്ദേശിക്കുന്നു. നീ അവനോടുള്ള സ്നേഹത്തിൽ നിന്ന്, അവൻ്റെ അടിമയാവുക എന്നതിൽ നിന്ന് ഓടി അതിൽ നിന്ന് പുറത്തേക്ക് പോയി പിശാചിൻ്റെ മിത്രമാകാൻ, പിശാചിൻ്റെ അടിമയാകാൻ ശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ കോപത്തെ നീ സ്വയം വിലക്ക് വാങ്ങുകയാണ്. അതല്ലാതെ അള്ളാഹു റബ്ബുൽ ആലമീൻ നിന്നെ ദാറുസ്സലാമിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. എന്തിനാണ് അവൻ റസൂലുകളെ നിന്നിലേക്ക് അയച്ചത്? കിതാബുകൾ മനുഷ്യർക്ക് അവതരിപ്പിച്ചത് അവർക്ക് കരുണ ചൊരിയാനല്ലാതെ, അവരെ നേർവഴിയിലേക്ക് നയിക്കാനല്ലാതെ. അള്ളാഹു നമ്മെ ഇരുട്ടിൽ വിട്ടിട്ടില്ല. അള്ളാഹു പ്രകാശവുമായി അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുണ്ട്. കരുണ ചൊരിയാൻ അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ കാത്തിരിക്കുന്നു, എല്ലാ അനുഗ്രഹങ്ങളും അവൻ ഏകിയിരിക്കുന്നു. ആ അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു നൽകാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുക, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുക. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തത്തോട് അതിക്രമങ്ങൾ ചെയ്തു പോയ എൻ്റെ അടിമകളോട് പറയൂ നബിയെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. അള്ളാഹു പാപങ്ങളെല്ലാം പൊറുത്തു നൽകുന്നവനാണ്. അവനെല്ലാ പാപങ്ങളും പൊറുക്കുന്നവനും അവൻ കരുണ ചൊരിയുന്നവനുമാണ്. നോക്കൂ, അള്ളാഹു തൗബയിലേക്ക്, പശ്ചാത്താപത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നമ്മെ വിളിച്ചത്. അതുകൊണ്ട് ഈ പ്രതീക്ഷ റബ്ബിനെ കുറിച്ചുണ്ടാവുക. അള്ളാഹു അമലുകൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ. നോക്കൂ, നിങ്ങൾ അമലുകൾ ചെയ്താൽ സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന ഭയത്തോടൊപ്പം എന്തുണ്ടാകണം? നിർബന്ധമായും എന്തുണ്ടാകണം? അള്ളാഹു സ്വീകരിക്കുമെന്ന പ്രതീക്ഷ. അതെ, ആ പ്രതീക്ഷയിലാണ് നമ്മൾ അമൽ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല ഹദീസുകളിലും ഉള്ളതുപോലെ റമദാനിനെ കുറിച്ചുള്ള ഹദീസുകളിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. ആരാണോ റമദാനിൽ നോമ്പെടുക്കുന്നത് ഈമാനോടെ, ഇഹ്തിസാബോടെ. എന്താണ് ഇഹ്തിസാബ്? പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ്. അതെ, ആ പ്രതീക്ഷ വേണം, അതുണ്ടായിരിക്കണം. എങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ പാപങ്ങൾ പൊറുത്തു നൽകുന്നതാണ്. അള്ളാഹു പാപം പൊറുക്കുമെന്ന പ്രതീക്ഷ, അള്ളാഹു അമലുകൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ ഒരു മുഅ്മിനിനുണ്ടായിരിക്കണം. സഹോദരങ്ങളെ, ഇതുപോലെ ഈ ഭയത്തിൽ വഴിതെറ്റിയ ആളുകളെ പോലെ പ്രതീക്ഷയിലും വഴിതെറ്റിയ ആളുകളുണ്ട്. ശിർക്കിയായ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞതാണ് അതിനുള്ള ഉദാഹരണം. മൺമറഞ്ഞുപോയ ഖബറുകളിൽ കിടക്കുന്ന ആളുകൾ, അവരിൽ പ്രതീക്ഷ വെക്കുന്നവരുണ്ട്. അവർ നാളെ പരലോകത്തിനെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബുർദയിൽ ഈ ആളുകൾ ചൊല്ലുന്നത്? ബുർദയിൽ ഈ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർ പറയും, അതാ എൻ്റെ കൈ നാളെ പിടിച്ചില്ല എങ്കിൽ, ഓ നബിയെ താങ്കൾ പിടിച്ചില്ല എങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? നബിയെ, താങ്കളാണ് എൻ്റെ കൈ പിടിക്കേണ്ടത്, താങ്കളാണ് നാളെ പരലോകത്ത് എന്നെ രക്ഷിക്കേണ്ടത്. ഇല്ല എങ്കിൽ യാ സല്ലത്തൽ ഖദമി, അതാ എൻ്റെ കാൽ ഇടറിപ്പോയത് തന്നെ എന്ന രൂപത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. മുഅ്മിനുകൾ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവരാണ്.
അവർ അള്ളാഹു അല്ലാത്തവരിലല്ല പ്രതീക്ഷ വെക്കുക. ആ പ്രതീക്ഷ മഖ്ബറകളിൽ കിടക്കുന്നവരെ കുറിച്ചുള്ള പ്രതീക്ഷ, അവരെൻ്റെ കൈ പിടിക്കുമെന്ന പ്രതീക്ഷ, അത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഷിർക്കിൻ്റെ പ്രതീക്ഷയാണ്. ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്തു കൊണ്ടുപോകുന്ന പ്രതീക്ഷയാണ്. മുഅ്മിനുകൾ അള്ളാഹുലാണ് പ്രതീക്ഷ വെക്കുക. അള്ളാഹുലാണ് അവരുടെ റജാ മുഴുവൻ, അള്ളാഹുലാണ് അവരുടെ പ്രതീക്ഷ മുഴുവൻ. എന്നാൽ ഈ റജാഇനോടൊപ്പം അമലുണ്ടായിരിക്കേണ്ടതുണ്ട്. അമലില്ല എങ്കിൽ, പ്രവർത്തനമില്ല എങ്കിൽ ആ റജാ യഥാർത്ഥ റജാ അല്ല. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, വെള്ളിയാഴ്ചകളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ എന്താണ് അള്ളാഹു പറഞ്ഞത്? അതിൽ അവസാനത്തെ ആയത്ത് എന്താണ്? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹ്. ആരാണോ തൻ്റെ റബ്ബിനെ കുറിച്ചുള്ള, റബ്ബിനെ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്, ആ പ്രതീക്ഷയുണ്ടോ എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു പറഞ്ഞത്? ഫലിയഅമൽ അമലൻ സാലിഹ, അവൻ സാലിഹായ അമൽ ചെയ്തു കൊള്ളട്ടെ, പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തൻ്റെ റബ്ബിനുള്ള ഇബാദത്തിൽ അവൻ മറ്റൊരാളെയും പങ്കുചേർക്കാതിരിക്കട്ടെ. ഇതാണ് ഒരു മുഅ്മിനിൻ്റെ നിലപാടെന്ന് പറയുന്നത്. അവൻ പ്രവർത്തിക്കും, ആ പ്രവർത്തനത്തോടൊപ്പം പ്രതീക്ഷയർപ്പിക്കും, ഭയപ്പെടും, അവൻ പ്രതീക്ഷയർപ്പിക്കും. സഹോദരങ്ങളെ, ഇതിൽ വഴിതെറ്റിപ്പോയാൽ, ഇതിലേതെങ്കിലും ഒന്നിൽ അതിരു വിട്ടുപോയാൽ എന്താണ് സംഭവിക്കുക? ഒരുവന് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, ഭയമില്ല എങ്കിൽ അത് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാതിരിക്കുക എന്ന കുഫറിലേക്ക് അവനെ നയിക്കും. നോക്കൂ, അള്ളാഹു പറഞ്ഞത് അഫ അമിനു മക്റല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ മക്റിനെ കുറിച്ച് പേടിയില്ലാതിരിക്കുകയാണോ? അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാതിരിക്കുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, എല്ലാം നഷ്ടപ്പെട്ടു പോയ, തുലഞ്ഞുപോയ ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ മക്റിനെ കുറിച്ച് അവൻ പെട്ടെന്ന് പിടികൂടുക, വിചാരിക്കാത്ത വഴിയിലൂടെ അവൻ്റെ ശിക്ഷ വരിക എന്നതിനെക്കുറിച്ച് നിർഭയരായിരിക്കുകയില്ല. അതുപോലെ നോക്കൂ, അള്ളാഹുവിനോടുള്ള ഭയത്തിൽ പ്രതീക്ഷയില്ലാതെ ഭയപ്പാട് മാത്രമായാൽ എന്തായിത്തീരും? റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാതിരിക്കുക, അള്ളാഹുവിനെക്കുറിച്ച് നിരാശപ്പെടുക എന്ന കുഫറിലേക്ക് അവനെ അത് എത്തിക്കും. നോക്കൂ, അള്ളാഹു പറഞ്ഞത് ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അള്ളാഹു തുറന്നു തരുന്ന പോംവഴിയെക്കുറിച്ച് നിരാശരാവുകയില്ല ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളായ ആളുകളല്ലാതെ. പ്രയാസങ്ങളിൽ നിനക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കണം, അള്ളാഹു തുറവി തരും, അള്ളാഹു പോംവഴി തരും, അള്ളാഹു നന്മ കൊണ്ടുവരുത്തും എന്ന പ്രതീക്ഷ ഉണ്ടായിരിക്കണം, എങ്കിലാണ് രക്ഷപ്പെടുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാവായിരുന്ന ഒരാൾ മരണവേളയിലായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ തജിദുക്, എങ്ങനെയുണ്ട്, എന്താണ് നിനക്ക് തോന്നുന്നത്, നിന്റെ ഹൃദയം ഏതവസ്ഥയിലാണുള്ളത്? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നി അർജുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയിലാണ്, റബ്ബിനെ കുറിച്ച് എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്നാൽ വ ഇന്നി അഖാഫു ദുനൂബി, എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫ്. ഇതുപോലുള്ളൊരു വേളയിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരാളുടെ ഹൃദയത്തിലുണ്ടോ, അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയും പാപങ്ങളെക്കുറിച്ചുള്ള ഭയവും ഉണ്ടോ, എങ്കിൽ അവൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു അവന് നൽകുക തന്നെ ചെയ്യും. അവൻ ഭയപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു അവന് മോചനം നൽകും, നിർഭയത്വം നൽകും. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ടു ഭയം ഒരുവന് ഒരുമിച്ച് നൽകുകയില്ല എന്നാണ്. ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവനെ പരലോകത്ത് അള്ളാഹു നിർഭയത്വം നൽകും, അള്ളാഹു പരലോകത്ത് നിർഭയത്വം നൽകും. രണ്ട് ഭയം അള്ളാഹു ഒരുവന് നൽകുകയില്ല. ദുനിയാവിൽ അള്ളാഹുവിനെ പേടിയില്ലാതെ ജീവിച്ചവന് പരലോകത്ത് അള്ളാഹു നിർഭയത്വം നൽകുകയില്ല. അള്ളാഹു അവന് പേടിപ്പിക്കുന്ന കാര്യങ്ങൾ അവനെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. നസ്അലുല്ലാഹൽ ആഫിയ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖൗഫും റജാവും ഏറ്റവും പരിപൂർണമായ നിലയിലുള്ള, അത് യഥാവിധി ഹൃദയത്തിലുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء.
اللهم آمنا في أوطاننا يا رب العالمين. اللهم إنا نعوذ بك من شر الأشرار ومن كيد الفجار يا رب العالمين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين المستضعفين في غزة وفي فلسطين وفي كل مكان يا رب العالمين. وصلى الله وسلم على نبينا محمد.